അപ്പോൾ ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോട്ടൻ്റെ പ്രിൻറ്റഡ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മാച്ച് ആവുന്ന ഒരു നെറ്റും പിങ്ക് കളർ നെറ്റ് എടുത്തിട്ടുണ്ട്. കോട്ടൻ്റെ ഫാബ്രിക് ഒരു 2 മീറ്ററോളമാണ് എടുത്തേക്കുന്നത്. നെറ്റ് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ലൈനിങ് വെക്കേണ്ടതെന്നാണ് ഓർത്തത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ടോപ്പ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോവും മിസ്സായ ക്ലിപ്പ്. പിന്നെ ഞാൻ ടോപ്പ് പാർട്ടിലേക്ക് മാത്രം ലൈനിങ് വെക്കാമെന്ന് ഓർത്തു. ഇതൊരു 6 വയസ്സ് വരുന്ന കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. ആം ഹോളും 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പും കൂടി കൂട്ടി 9 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. ബാക്കിൽ സിബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ പീസ് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രോക്കിൻ്റെ താഴത്തേക്ക് വരുന്ന, അതായത് സ്കേർട്ട് പോർഷനിലേക്ക് വരുന്ന ഫാബ്രിക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ഇഞ്ചായിരുന്നു. അപ്പോൾ 26ൽ നമ്മൾ 10 ഇഞ്ച് ടോപ്പ് പാർട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 16 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ടിലേക്ക് വേണ്ട റെഡി ലെങ്ത്ത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഒരു 17 ഇഞ്ച് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഈ ഫാബ്രിക്കിന്. പിന്നെ വിട്ട് നമുക്ക് ഞൊറിവ് അനുസരിച്ച് വരുന്നത് പോലെ കിട്ടുന്ന അത്ര എടുത്തിട്ടുണ്ട് ഞാനിവിടെ. നമുക്കത് ഫാബ്രിക് അനുസരിച്ച് ഞൊറിവ് കൂട്ടിയും കുറച്ചൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നെറ്റ് പീസ് കട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ക്ലോസ് സൈഡ്, അപ്പുറത്തെ ഓപ്പൺ സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ നെറ്റിൻ്റെ ലെങ്ത്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്ട് പോർഷനിൽ കട്ട് ചെയ്ത സെയിം ലെങ്ത്ത് തന്നെയാണ് ഇതിന് വരിക. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 5 ഇഞ്ചോളം താഴത്ത് പ്ലീറ്റ്സ് ഇട്ട് വരുന്നത് പോലെ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു 5 ഇഞ്ച് കുറച്ചിട്ട് വരുന്നത് ഒരു 11 ഇഞ്ചാണ് ഞാനിവിടെ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ആവശ്യമായിട്ടുള്ള നെറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ ചെറിയ ചെറിയ ഞൊറിവ് ഇട്ടിട്ടാണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഞൊറിവ്, അതായത് നല്ല തിക്കിൽ ഞൊറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ 2 മീറ്ററിൽ കൂടുതൽ ഫാബ്രിക് വേണ്ടി വരും കേട്ടോ. ഇനി ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ഫാബ്രിക് ഞൊറിവിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാനിവിടെ ഒരു തയ്യൽ തുമ്പും കൂടി കൂട്ടി 6 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ കുറച്ച് നെറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഞൊറിവ് അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലുള്ള ഫാബ്രിക് മൊത്തം ഞാനിങ്ങനെ ബാക്കി ഉണ്ടായതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവിന് ആവശ്യമായിട്ടുള്ള നെറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ചിൽ ഇതുപോലെ കുറച്ച് നെറ്റും കൂടി എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഒരു സ്ലീവിൽ 2 നെറ്റ്, ഇതുപോലത്തെ 2.5 ഇഞ്ചിൻ്റെ 2 നെറ്റ് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമെന്നാണ് ഓർത്തത്. നിങ്ങൾക്ക് കൂടുതൽ തിക്നെസ്സിൽ ആ ഒരു പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 3ഓ 4ഓ ഇതുപോലെ നെറ്റ് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അളവിനനുസരിച്ച് ആം ഹോളിൻ്റെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. ഇതുപോലെ ബാക്കിലത്തെ ഒരു നൂല് പിടിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഞൊറിവ് ഇങ്ങനെ ആക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ആം ഹോൾ ഞാനിവിടെ മെയിൻ തുണിയുടെ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യാത്ത ഈ മെയിൻ തുണിയിൽ ഈ സ്ലീവ് വെച്ച് പിടിപ്പിക്കുവാണ്. അതിനുശേഷം നമുക്ക് 2 സ്ലീവും വെച്ചതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സീം പുറത്ത് കാണാത്ത വിധത്തിൽ, അതായത് കുട്ടികളുടെ മേത്ത് കുത്താത്ത വിധത്തിൽ നമുക്ക് ഫിനിഷിങ്ങിൽ അകത്ത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 2 സ്ലീവും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാം. ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. എനിക്കിവിടെ ട്രൈപോഡ് ഇങ്ങനത്തെ ഒരു ആംഗിളിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഷോൾഡർ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ. ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ആം ഹോളും നെക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത നെറ്റ് ഇതിൻ്റെ ഇടയിൽ പെടാതെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മറിച്ചെടുക്കുമ്പോൾ കണ്ടോതേ അകത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇത്തിരി വീഡിയോ സ്പീഡായി പോയി. ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി. ഇനി നെക്കും കൂടി ഫിനിഷ് ചെയ്തിട്ട് വേണം നമ്മളിത് മൊത്തത്തിൽ മറിച്ചെടുക്കാനാട്ടോ. അപ്പം ഫുള്ള് ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ നെറ്റിൻ്റെ ഫാബ്രിക് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കയറി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് പോവും. എക്സ്ട്രാ വരുന്ന ഫാബ്രിക്സൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ട്സ്, സ്റ്റിച്ചിൽ കൊള്ളാത്ത വിധം ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ട് ഇത് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പതുക്കെ സൂക്ഷിച്ച് ഇത് മറിച്ചെടുക്കണം കേട്ടോ. കാരണം എല്ലായിടും സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും മറിച്ചെടുക്കാൻ വേണ്ടി. ഇതേ മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയൊക്കെ സീം കാണാത്ത വിധത്തിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ.
ഇനി ഞാൻ സിബ്ബാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നോർമൽ സിപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതേ മോഡലിൽ തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇൻവിസിബിൾ സിപ്പർ അല്ല, നോർമൽ സിപ്പറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ, സിബ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ നമ്മൾ സെയിം ഇതുപോലെ തന്നെ ലോങ് സ്റ്റിച്ച്, മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഗ്യാദേഴ്സ് കൊടുക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്കേർട്ട് പാർട്ടും ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ യോക്കിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ വിഡ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെറ്റിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 11 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ച നെറ്റിൽ ഞാൻ അതുപോലെ ചെറിയ ചെറിയ ഞൊറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഇഞ്ചിൽ നമ്മളൊരു നെറ്റ് കട്ട് ചെയ്തില്ലേ, അതിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അത് അത്രയും സിമ്പിളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇത് രണ്ടും കൂടി സ്കേർട്ടിൽ ജോയിൻ ചെയ്തിട്ട് ടോപ്പ് പാർട്ടിലേക്ക് ജോയിൻ ചെയ്യണതാണ് കാണിക്കുന്നത്. വീഡിയോ ലെങ്തായി പോകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊന്നും ഉള്ളതല്ല വീഡിയോ. എനിക്ക് ഈ മോഡലൊന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യലപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുവാണ്. പിന്നെ നമ്മൾ സ്കേർട്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തില്ലേ നെറ്റ്, അത് നമ്മൾ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ രമ്യ ശ്രീകുമാർ എന്നാണ് പേര്. അപ്പോൾ അവരെൻ്റെ അടുത്ത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ പില്ലോ വെച്ചിട്ട് എന്തെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി സൈഡ് ജോയിൻ ചെയ്യുവാണ്. ആ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് പാർട്ടിൽ നിന്ന് ഒരു സ്കേർട്ടിലേക്ക് ഒരു 1.5 ഇഞ്ച് വരെയാണ് ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നെറ്റ് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. പിന്നെ നമ്മുടെ പ്രിൻറ്റഡ് കോട്ടൻ്റെ ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറുകിയിരിക്കില്ല, വിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഭംഗി ഉണ്ടാവുക ഈ ഡ്രസ്സിന്. നമ്മൾ സാധാരണ ലൈനിങ്ങുള്ള ലൈൻ കുർത്തിയും ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. സെയിം അതുപോലെ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. നമ്മുടെ റെഫറൻസ് പിക്ചറായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കളറും വേരിയേഷൻ വരുന്നുണ്ട്. നല്ലൊരു പിങ്ക് കളറാണ്, ഇടയ്ക്ക് ഇത് മങ്ങി പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒരു മോടി കൂട്ടാൻ എന്തെങ്കിലും ഒരു സീക്വൻസ് വർക്കൊക്കെ ചെയ്തേക്കും ചിലപ്പോൾ. അപ്പോൾ അറിയില്ല, നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് ഓർക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ ഫ്രോക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.